മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കോൾഡ് കോഫിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കോഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡ്രിങ്ക് ആയിരിക്കും കോൾഡ് കോഫി. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലുണ്ടാവും. ഇത് ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ തിളപ്പിച്ച പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ച് ചൂട് മാറിയ ശേഷം ഫ്രീസറിനകത്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റ് വരെ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോഴാണ് എല്ലാം നല്ലപോലെ മിക്സായി കിട്ടുന്നത്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഒരു 2-3 സ്കൂപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരു 5-6 സെക്കൻഡ് അടിച്ചാൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് കണക്കിന് കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോൾഡ് കോഫിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. എല്ലാവർക്കും തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പീസൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മിസ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.